PR അരവിന്ദ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, ഏത് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകണമെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഒടുവിലാണ് തീരുമാനമായത്. ഇപ്പോൾ ഇവർക്കായി ജാമ്യാപേക്ഷ നൽകിയോ? എന്തെങ്കിലും പ്രതീക്ഷ വയ്ക്കാമോ? അമൃത, ബിലാസ്പൂരിലെ NIA കോടതിയിലാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടിയുള്ള ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇനി കോടതി നടപടികളാണ് ഇനി നമുക്ക് മുന്നിലുള്ളത്. കോടതി അപേക്ഷ ഫയലിൽ സ്വീകരിക്കണം. അതുപോലെ തന്നെ എന്ത് തരത്തിലുള്ള നടപടികളാണ് NIA കോടതി എടുക്കുക എന്നതാണ് ഏറെ നിർണായകമായിട്ട് ഉള്ളത്. കാരണം നമുക്കറിയാം, സെഷൻസ് കോടതി ഈ അപേക്ഷ പരിഗണിക്കാൻ പോലും തയ്യാറായിട്ടിരുന്നില്ല. അവർ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ NIA കോടതി സമീപിക്കുന്നതായിരുന്നു സെഷൻസ് കോടതി അന്ന് വ്യക്തമാക്കിയത്. പിന്നീട് വലിയ രീതിയിലുള്ള കൂടിയാലോചനകൾ നടന്നിരുന്നു. ഹൈക്കോടതി സമീപിക്കണമോ അല്ലെങ്കിൽ NIA കോടതി സമീപിക്കണം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ കൂടിയാലോചനകൾ നടന്നിരുന്നു. ആ കൂടിയാലോചനകൾക്കൊടുവിലാണ് ഇന്ന് 11 മണിയോടുകൂടി ബിലാസ്പൂരിലെ NIA കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അതിലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കന്യാസ്ത്രീകളുടെ കുടുംബമുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം UDF MPമാർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചില ഉറപ്പുകൾ നൽകിയിരുന്നു. അത് ഇത്തരത്തിൽ ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യാപേക്ഷയെ ഇത്തരത്തിൽ എതിർക്കില്ല എന്നൊരു ഉറപ്പാണ് അമിത്ഷാ UDF MPമാർക്ക് നൽകിയത്. ആ ഉറപ്പിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം. അല്പസമയം മുമ്പ് UDF MPമാർ ഈ ജയിലിലെത്തി കന്യാസ്ത്രീകളുമായി ആ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്തായാലും നമുക്കറിയാം, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവർ ആ കന്യാസ്ത്രീകളുമായി സംസാരിച്ചിരുന്നു. വലിയ പ്രതീക്ഷയിൽ അവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് MPമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം വലിയ ദുരിതം കന്യാസ്ത്രീകൾ കഴിഞ്ഞ 8 ദിവസമായി ദുർഗിലെ ജയിലിൽ അനുഭവിച്ചു വരികയാണ്. ഈ ഒരു സാഹചര്യമുണ്ട്. കാരണം കൃത്യമായി മതപരിവർത്തനവും അതുപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനവും അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് അടക്കം ആരോപിച്ചുകൊണ്ടാണ് ഈ കന്യാസ്ത്രീകളെ അനധികൃതമായി ഇത്തരത്തിൽ ജയിലിൽ പാർപ്പിച്ചതെന്നടക്കമുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇത്തരം സംഭവം ഇതോടുകൂടി അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ഇന്ന് ഇവിടെ എത്തിയ ഓരോ UDF MPമാരും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം, നമുക്കറിയാം രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധമാണ് ഈ അറസ്റ്റിന് എതിരെ ഉയർന്നതിന് പിന്നാലെയാണ് നമുക്കറിയാം കേരളത്തിലെ BJP നേതാക്കളടക്കം വിഷയത്തിൽ ഇടപെടുന്നുവെന്നും അതുപോലെ തന്നെ ഇത്തരം മതപരിവർത്തനം നടന്നില്ല എന്നൊരു വാദവുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാടുകൾ തീർത്തും വ്യത്യസ്തമായിരുന്നു. ആദ്യഘട്ടത്തിലൊന്നും ഛത്തീസ്ഗഡ് സർക്കാരോ അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോ ഈ വാദങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായതില്ല. പിന്നീട് വലിയ തിരിച്ചടിയാകുമെന്നൊരു പ്രതീതി ഉയർത്തിയപ്പോഴാണ് ആഭ്യന്തരമന്ത്രിയുടെ തന്നെ ഒരു ഇടപെടൽ ഉണ്ടാവുകയും കൃത്യമായി ഈ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും MPമാരടക്കമുള്ളവർ ഇപ്പോൾ ഇവിടെ എത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്ന കന്യാസ്ത്രീമാരെ കണ്ടിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെ പോകുന്നു. എന്തായാലും MPമാരടക്കം വ്യക്തമാക്കുന്നത് അമൃത, എന്തായാലും നമുക്കറിയാം വലിയ പ്രതീക്ഷ. കാരണം കഴിഞ്ഞ 8 ദിവസമായി വലിയ ദുരിതം അനുഭവിക്കുന്നുണ്ട്. എന്തായാലും റോജിയം ജോൺ MLA, കാരണം അദ്ദേഹം കഴിഞ്ഞ 8 ദിവസങ്ങളായി കന്യാസ്ത്രീമാർക്ക് വേണ്ടി അവരുടെ ബന്ധുക്കൾക്കൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ? ഇന്ന് ഹർജി സമർപ്പിച്ചിട്ടുണ്ട് NIA കോടതിയിൽ. ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ ആയിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ്. എത്രയും വേഗം ഇതിനകത്ത് ഈ കോടതി നടപടികൾ പൂർത്തീകരിച്ച് നമ്മുടെ നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭ്യമാക്കണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. PR അരവിന്ദാണ്.